ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. ആമീൻ. അങ്ങനെ ആമീൻ എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ ഇത് എന്നെ സംഭവിക്കട്ടെ. ഈ ആഫ്രിക്കയിലൊക്കെ നമ്മൾ ഇങ്ങനെ ഭയങ്കര തീവ്രതയിലെ പ്രാർത്ഥനക്കാരൊക്കെ, അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ അവർ ഒന്നാതെ ഇങ്ങനെ ഭയങ്കര മുസൽമാൻ മനുഷ്യരല്ലേ, അവരിങ്ങനെ അനുഗ്രഹം ഇങ്ങനെ പറയുമ്പോൾ ആമീൻ ഇങ്ങനെ അവർ റിസീവ് ചെയ്യണേന്ന്, അത് ആ ഹൃദയത്തിയിട്ടേ. അപ്പം നമ്മളും ആ വിശ്വാസം അവരിൽ അനുഗ്രഹമാണ്, നമ്മളിലും അങ്ങനെയാണ്. ഇത് എന്നെ ക്രിയ ചെയ്യും, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, ഇത് എന്നെ വിശ്വസിച്ചാൽ നമുക്കത് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഓരോ ദിവസവും വചനം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു കട തുടങ്ങുക, അപ്പോൾ അതിൻ്റേതായ കുറേ ഓട്ടവും ബഹളവും അസ്വസ്ഥതകളൊക്കെ ഉണ്ടല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, മെയിൻ സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കണു. അപ്പോൾ നമുക്ക് അതൊരു ഭയങ്കര അസ്വസ്ഥയൊക്കെ അല്ല. അത് മേടിക്കണം, എപ്പോൾ മേടിക്കണം, കുറയുമ്പോഴാണോ എപ്പോൾ കുറയുമോ കൂടുമോ ഒന്നും ഇതിനെപ്പറ്റി അറിയാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോവുക. അപ്പോൾ ഞാൻ വചനം ചൊല്ലും, നീ ഒന്നിനെക്കുറിച്ചും ഫിലിപ്പിയർ 4 അധ്യായം അതിലെല്ലാം ഉണ്ട്. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൾ. ആമേൻ. നിന്നെക്കുറിച്ചൊരു എന്നെ നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും എന്നെ അറിയിക്കുക എത്ര വേണ്ടേ. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിൻ്റെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശു കാത്തുള്ളൂ. ആമേൻ. എല്ലാ ഭാരവും യേശപ്പനിലേക്ക് സമർപ്പിക്കുന്നു. യേശുബ്രാൻ അത് നമ്മളെ മതിയായവൻ, അതങ്ങ് വിശ്വസിക്കണം. ഇപ്പം ഇവിടെ തന്നെ പറയുക, വചനത്തിൽ പറയുക, ജെരമ്യ 29:11 പറയാം, നിന്നെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്, അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ എൻ്റെ യേശുബ്രാൻ എനിക്ക് വേണ്ടി ഒരു പദ്ധതി ഇട്ടപ്പോൾ ഇങ്ങനെ ഇതൊക്കെ തുടങ്ങാനും ഒക്കെ, അതൊക്കെ യേശുബ്രാൻ്റെ കൃപയില്ലാണ്ട് ഒന്നും പറ്റൂല. അപ്പോൾ അതെൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിന്. അതിനെപ്പറ്റി ഞാൻ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇവിടെ വരെ എത്തിച്ചെങ്കിൽ ബാക്കി ഞാൻ എപ്പോഴും പറയും, എൻ്റെ കടയുടെ കർത്താവും മുതലാളി എല്ലാം എൻ്റെ യേശുക്രിസ്തുവ, ഞാൻ പണിക്കാരിയായിട്ട് നിന്നോളാം. എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, എനിക്ക് ടെൻഷനൊന്നും അടിക്കാൻ പറ്റില്ല. അപ്പോൾ യേശപ്പൻ അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ക്രമോചിതമായിട്ട് ചെയ്തു തരും. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇരിക്കണം, നിങ്ങളും പ്രാർത്ഥിക്കണം ഇങ്ങനെ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ ഓർക്കണം, നമുക്ക് ഒരിക്കലും യേശുബ്രാൻ കർത്താവായത് കാരണം നമുക്ക് ഒരു കാലത്തും നമ്മുടെ ജീവിതത്തിലൊരു ദോഷം വരില്ല, ഒരു കാലത്തും ഒന്നിനും കുറവ് വരില്ല, ഒന്നിനും മുട്ടും ഉണ്ടാവില്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഇവിടെ പറയുവാണ്, അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, മത്തായി 6:33. അത് ഏറ്റവും വലിയ കാര്യമാട്ടോ ജീവിതത്തിൽ. ഇന്നാൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അടുത്ത വീഡിയോസിൽ എപ്പോഴും പറയില്ല, ഞാനൊരു അച്ഛൻ്റെ പ്രസംഗം കേട്ടു, എല്ലാവരും പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നാൽ പിന്നെ ഈ ലോകത്തിൽ സർവ്വ നന്മയും ഞാൻ അനുഭവിക്കും, ആ ദൈവരാജ്യത്തിൽ എന്നെ ആക്കും, സമാധാനവും സ്വസ്ഥതയും സന്തോഷവും അനുഭവിക്കും. പരിശുദ്ധാത്മാവ് എന്നെ വന്നാൽ പിന്നെ അത് ലോകത്തെ ജയിച്ചവനാ. അപ്പോൾ നമുക്ക് നമ്മളിലുള്ളവൻ പിന്നെ ലോകത്തെ ജയിച്ചവനാ. വചനം എടുത്ത് പറയാം, അല്ലെങ്കിൽ എൻ്റെ നാവി പറഞ്ഞിട്ട് കാര്യമില്ലോ. ഞാൻ ഉറപ്പാട്ടോ. ഞാനിപ്പോൾ വായിച്ചാലോ. യോഹന്നാൻ 4:4 പറയാം, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ലോകത്തിലുള്ള നെഗറ്റീവ് ശക്തികളെക്കാളൊക്കെ വലിയവനാണ്, ലോകം സൃഷ്ടിച്ചവനാണ്. പരിശുദ്ധാത്മാവ് എന്നെ വന്നാൽ പിന്നെ എനിക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നടന്നാൽ എനിക്കൊരു കുഴപ്പമില്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടണമെങ്കിൽ നല്ല പാടാണ്. നമുക്ക് യേശപ്പനോട് ചേർന്ന് നടന്ന യേശപ്പൻ്റെ കൃപയാൽ സ്വർഗീയ പിതാവിൻ്റെ യേശപ്പൻ്റെ നാമത്തിൽ അത് കിട്ടുകയുള്ളൂ. യേശപ്പൻ്റെ കൃപയാൽ, ആ പരിശുദ്ധാത്മാവിനാൽ യേശപ്പൻ നമ്മളെ കർത്തൃത്വം നടത്തണേ. ആ കർത്താവായിട്ട്, ആ ഭരണകർത്താവായിട്ട് സകലതും അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം യേശുബ്രാന്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഭരിക്കും. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലെല്ലാം ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തില്ല എൻ്റെ ജീവിതം എങ്ങനെ യേശുബ്രാൻ ഭരിക്കും. വചനം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണ്ടേ. ഞാൻ എന്ന് പറഞ്ഞ വലിയൊരു സംഭവം, ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ എനിക്ക് അങ്ങനെ ചെയ്യാറുന്നു, ഇങ്ങനെ ചെയ്യാറുന്നു. യേശുബ്രാൻ എന്തെങ്കിലും ചെയ്താൽ അതൊരു അനുഗ്രഹമായിട്ട് നിൽക്കും. അപ്പോൾ എപ്പോഴും പ്രാർത്ഥനയിൽ ഇങ്ങനെ കൂടുതൽ സമയം ഇങ്ങനെ പ്രാർത്ഥിക്കുക, വചനം ആശ്രയം വയ്ക്കുക. വചനം നമുക്ക് ഇവിടെ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമല്ല, നീ അറിയാത്ത മഹത്വരോ അഗോചരോ ഉള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എല്ലാ കാര്യത്തിനെ പറ്റിയും ഒരു വലിയ, ഇപ്പോൾ ഭാവിയിൽ എന്ത് വരും,
നമ്മളെപ്പോഴും പറയില്ലേ, ഓ കഴിഞ്ഞ് പണ്ട് സ്ഥലത്തിന് ഇത്ര രൂപയുണ്ടായിരുന്നുള്ളൂ, പക്ഷെ കുറേ സ്ഥലം മേടിച്ചിടായിരുന്നു, പക്ഷെ പണ്ട് സ്വർണ്ണത്തിന് ഇത്രയും വിലയുണ്ടായിരുന്നുള്ളൂ. എനിക്ക് പറ്റിയ അബദ്ധമാണ്, ചിരിക്കാൻ പറ്റില്ല. ഞാൻ എന്ന് സ്വർണ്ണം മേടിക്കണത്ത് ഒന്നേ വില കൂടും, അപ്പോൾ ഞാൻ ഓർക്കും കുറയട്ടെ എന്ന്. ചിരിക്കാൻ പറ്റുമല്ലോ കേട്ടോ. അപ്പോൾ എന്നുമുള്ള കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും, ചേച്ചി സ്വർണ്ണക്കട തുടക്കാൻ പോയിട്ട് സ്വർണ്ണം. അപ്പോൾ 20,000 ഏതാണ്ട് വന്നേ പിന്നെ ഞാൻ മേടിച്ചിട്ടില്ല. ഓ ഇപ്പോൾ കുറയുമായിരിക്കും, അതിനിടയ്ക്കൊന്ന് കുറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു ഇപ്പോൾ കുറയുമായിരിക്കും എന്നൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നു. അങ്ങനെ ചിരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റി. അപ്പോൾ ഇതൊന്നുമില്ല, നമുക്കെല്ലാം നല്ലതേ വരുള്ളൂ, നമുക്ക് ദോഷം ഒരിക്കലും വരില്ല. ഇത് നമ്മുടെ നാവി പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ചിന്തകളിലും നമ്മളതിൽ ജീവിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം വിമൻസ് ഡേ ആയിരുന്നു. വിമൻസ് ഡേക്ക് ഒരു മെസ്സേജ് എല്ലാവരും പറഞ്ഞ കേട്ടു, ഞാനൊരു മെസ്സേജും പറഞ്ഞില്ല. ഞാൻ എപ്പോഴും ഓർക്കും, വിമൻസ് ഡേയിൽ ചിന്തിക്കേണ്ടത് ഓരോ സ്ത്രീയുമാണ്. സ്ത്രീകൾക്ക് ഭൂമിയിൽ പ്രാധാന്യം കിട്ടേണ്ടതിൻ്റെ നമ്മൾ ചെയ്യേണ്ടത് സ്ത്രീകൾ തന്നെ ശ്രമിക്കണം. അവനവൻ്റെ കുടുംബത്തിൽ കൊച്ചിലെ മക്കളെ വളർത്തുമ്പോൾ ഒക്കെ തുല്യ അവകാശമാണ് ആങ്ങളയ്ക്കും പെങ്ങൾക്കും. അതുപോലെ അമ്മയോടും ഒക്കെ സംസാരിക്കുമ്പോൾ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്നവൻ ഭാര്യയോടും ബഹുമാനത്തോടു കൂടി സംസാരിക്കും, ലോകത്തിലെ എല്ലാ സ്ത്രീകളോടും ബഹുമാനത്തിൽ സംസാരിക്കും. അപ്പോൾ ബഹുമാനിക്കാൻ പഠിക്കണം. അതുപോലെ അങ്ങനെ നമ്മൾ കുടുംബത്തിൽ നിന്നാണ് ലോകം അങ്ങനെ ആ സ്ത്രീ സമത്വത്തിലേക്കൊക്കെ വരുള്ളൂ. അതിന് നമ്മൾ സ്ത്രീകൾ വിചാരിച്ചാലാട്ടോ നടക്കുകയുള്ളൂ, ആണുങ്ങളല്ല വിചാരിക്കേണ്ടേ. നമ്മുടെ കയ്യിലല്ലേ ആ മക്കളെ കിട്ടിയേക്കണം. ഞാൻ എപ്പോഴും എൻ്റെ ആൺപിള്ളേരോട് പണ്ട് പറയുമായിരുന്നു, ഈ ഇങ്ങനെ ആ പെണ്ണ് ലെഗിൻസ് ഇട്ടുന്നോ, ഈ ഇങ്ങനെ ആൾക്കാരെപ്പോഴും പറയില്ലേ, ആ പെങ്കൊച്ച് അങ്ങനത്തെ ഉടുപ്പിട്ടു. ഞാൻ പറഞ്ഞു, മറ്റുള്ള വീട്ടിലെ പെൺപിള്ളേരുടെ വല്ല കുറ്റവും പറഞ്ഞാൽ എപ്പോഴും ഞാനന്ന് ഭയങ്കര മൂച്ചല, അങ്ങനെ പ്രാർത്ഥനയൊന്നുമല്ലോ. അപ്പം ഞാൻ പറയുന്നത് അടിച്ചൊക്കെ എല്ലാത്തിൻ്റെ വായിലെ പല്ല് കളയുന്ന അമ്മമാരോട് ഞാൻ പറയുമായിരുന്നേ, ഭയങ്കര മൂച്ചിൽ. എന്നെ ആയാലും ഒരു പെണ്ണുങ്ങളുടെ കുറ്റം എന്നോട് പറയാറില്ല ഇങ്ങനെ. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യമില്ല, മറ്റുള്ള പെൺപിള്ളേർക്ക് അവർക്ക് ഡ്രസ്സിന് അവരുടെ ഇഷ്ടത്തിന് അതിനനുസരിച്ച് അവർ ലെഗിൻസ് ഇടുവോ, ഷോർട്സ് ഇടുവോ, സ്ലീവ്ലെസ് ഇടുവോ, അതൊക്കെ അവനവൻ്റെ അവനവൻ്റെ കാര്യം. അതിലവർ കംഫോർട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഓരോന്നൊക്കെ പറയും. ലെഗിൻസ് ഇടണതിന് ആദ്യം എന്ത് വിമർശനവും കളിയാക്കലും പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ലെഗിൻസ് ഇടുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഫ്രോക്കിയിട്ടായി. ഇപ്പം നൈറ്റിക്ക് ഇച്ചിരി ഇറക്കം കുറവല്ലേ ഈ ഫ്രോക്ക്, അല്ല ആ പാറ്റേണിന്. ഇതൊക്കെ ചുമ്മാ നമ്മുടെ സമയം എന്തിനാണ് വ്യർത്ഥമായിട്ട് കളയണം. സമയം തക്കത്തി വിനിയോഗിച്ച് ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ നമ്മൾ നമ്മുടെ മക്കളെ ഉപദേശിക്കുക, ആദ്യം നമ്മൾ സ്ഥാപിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് ആയിട്ട് പോകാവേ. അപ്പോൾ മുടി ഞാൻ ഏറ്റവും അധികം എല്ലാവരോടും എങ്ങനെ പറയണത്, റേറ്റ് കൂടുതലായിട്ടല്ല, കരാട്ടും ചെയ്യാൻ പറയണം. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. വെർജിൻ ഹെയർ ലാക്സിങ്ങും കുഴപ്പമില്ല. ഹെയർ ലാക്സിങ് ചെയ്താൽ ഒരു കുഴപ്പം എന്നാ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ കിടക്കും. ഇത് കരാട്ടിനാകുമ്പോൾ കുറച്ച് ചെയ്യുമ്പോൾ ഒരു ഒടിവും എൻ്റെയൊക്കെ ഇവിടെ ഇപ്പം 5-6 മാസമായിട്ടോ വഹിക്കാറുണ്ടോയെന്ന് അറിയാൻ പാടുള്ളത് കേട്ടോ. വലിയൊരു വളവൊക്കില്ല വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ 6 മാസമൊക്കെ ആയി. ഇങ്ങനെ സെപ്റ്റംബർ അവസാനം ഏതാണ്ട് ചെയ്തതെന്നു ഇങ്ങനെ. അപ്പോൾ എൻ്റെ ഇങ്ങനെ കമ്പനിയിൽ നിന്ന് വന്ന് ചെയ്തിട്ട് ഇച്ചിരി ഒട്ടിപ്പോയായിരുന്നു. ഈ പിള്ളേർ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റാണ്. അതിന് മുമ്പ് എവരാ ചെയ്തത്, അന്നേരം നല്ല ഭംഗിയിരുന്നാണ്. അപ്പോൾ ഇനി ഞാൻ തീരുമാനിച്ചു കമ്പനിയിൽ നിന്ന് എൻ്റെ തല കൊടുക്കൂലെന്ന്. ഭാഷ ഒന്നാലും അറിയാൻ പാടില്ല. ഇവിടെ ഒട്ടിക്കലേ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മുഖത്തിന് എല്ലാവർക്കും കുഴപ്പമില്ല. ഇവിടെ എനിക്ക് പരപ്പില്ലാന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പക്ഷെ നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് കിടക്കണം. കരാട്ടിന് മാത്രമുള്ള ഗുണമാണ്. മറ്റതും ഇങ്ങനെ സോഫ്റ്റ് ആകും ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്താൽ. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം കരാട്ടിന് നോ കെമിക്കലാണ്. മറ്റത് കെമിക്കലാന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. കെമിക്കലാണെങ്കിലും പേസ്റ്റ് കെമിക്കലാണ്. അപ്പോൾ വെള്ളം കെമിക്കലാണ്. അപ്പം നമ്മൾ സോപ്പ് കെമിക്കലാണ്. അതൊന്നും നമുക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള അത്രയേ ഉള്ളൂ. എല്ലാം ബ്രാൻഡഡ് ഉപയോഗിക്കണമെന്ന് മാത്രം. അല്ലെങ്കിൽ നമുക്ക് മുഖത്തും തലയിലും ഒക്കെ ബ്രാൻഡഡ് ഉപയോഗിക്കണം കേട്ടോ. കാരണം ഇപ്പോൾ ഇന്നാൾ കണ്ടില്ലേ, ക്രീം തേച്ചിട്ട് ആർക്കാണ്ട് കിഡ്നിക്കോ ലിവറിനോ ഒക്കെ പ്രശ്നങ്ങളുണ്ടായെന്നൊക്കെ. കാണുന്ന പൊട്ട ക്രീമുകളും അതും ഇതുമൊക്കെ തേച്ച് അത് സ്കിൻ അബ്സോർവ് ചെയ്ത് ലിവറിനും കിഡ്നിക്കും ഒക്കെ പ്രോബ്ലം ഉണ്ടാകുന്ന കാലമാണ്. അപ്പോൾ തലയ്ക്കും എല്ലായിടത്തും അങ്ങനെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രാൻഡഡ് മാത്രമാണ്, നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ ഹെയറിൻ്റെ വന്നപ്പോഴാണ് ഞാൻ ആ സംഭവം പഠിച്ചത്. നമ്മൾ ബ്രാൻഡഡിലേക്ക് തിരിയണം. ഫേസിൽ കാണുന്ന എന്തെങ്കിലും ഒരു ക്രീം ഇട്ട് ഫേഷ്യൽ ചെയ്താൽ പോരാ. ബ്രാൻഡഡ് കമ്പനി ഇടുമ്പോൾ അതിൻ്റേതായ ഗുണമുണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തിനും ഒത്തിരി നല്ലതാണ്. ചുമ്മാ ഇങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാൻ എല്ലാ കമ്പനിയും പറഞ്ഞിട്ടാണ് എല്ലാവർക്കും ചെയ്യാറുള്ളൂ. അപ്പം മുടി ചെയ്യാൻ ഹെയർ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഹെയർ ലാക്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടോ ഒരുപോലെ ഉള്ളു വരും. നമ്മൾ സ്മൂത്തനിങ് ചെയ്യുമ്പോൾ മേളിൽ ഉള്ളായിട്ട് അടിയിട്ട് ചൂല് പോലെ വരില്ലേ. ഹെയർ ലാക്സിങ്ങിന് അങ്ങനെയല്ല, മേളും താഴെ ഒരേ ഉള്ളു വരും.
പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എന്ന് പറഞ്ഞാൽ കേളുള്ള ഹെയറിനെ കിട്ടുള്ളൂ, ഇങ്ങനെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ, പിന്നെ കരാട്ടിൻ, പിന്നെ സ്പായ, പെഡിക്യൂറ്, മാനിക്യൂറ്. ഇപ്പോൾ ഈ വേനക്കൊക്കെ ഇടയ്ക്ക് ഒരു ഫേഷ്യൽ ചെയ്ത് കൊടുത്താൽ സ്കിന്നിന് ഒത്തിരി ചുളുങ്ങി സ്കിന്ന് ഒത്തിരി വൃത്തിയായിട്ട് കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ചിലവഴിച്ചാൽ നമുക്ക് 10,000 രൂപയുടെ സാരി കൊടുത്തിട്ട് മുഖമൊക്കെ ചുളുങ്ങി കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ആരും നമ്മുടെ സാരി ഇട്ട് നോക്കണോ, 10 പവൻ്റെ മാലയിട്ട് ആരും നോക്കൂല. പണ്ടൊക്കെ ഇപ്പം നമ്മൾ വെസ്റ്റേൺ സ്റ്റൈലിലേക്കായി. എല്ലാവരും സ്കിന്നും ഹെയറും നഖവും ദൈവം തന്നതിനെ വിലയേറിയതായിട്ട് കണ്ട് പരിപാലിക്കുക, ആരോഗ്യത്തെ പരിപാലിക്കുക. ദൈവം തന്നതിനെ അതിൻ്റോടൊന്നും കാശ് കൊടുത്തൊന്നും കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. അപ്പോൾ ഇനി അതിമനോഹരമായ വീഡിയോസ് ആയിട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരും പോരേട്ടോ, ഫങ്ഷനുകളൊക്കെ വരുക, ആ സമയത്ത് ഓടിപ്പിടിച്ച് വന്ന് ചെയ്യാണ്ട് ഇപ്പോൾ സമാധാനം സ്വസ്ഥമായിട്ട് തയ്യക്കടയിലും ഒക്കെ എല്ലായിടത്തും ഒരു ഓഫ് സീസണല്ലേ. അപ്പോൾ ഞാനൊക്കെ ഓർക്കുക കുറേ ബ്ലൗസുകളൊക്കെ എടുത്ത് നേരത്തെ തയ്ച്ചു വയ്ക്കാതെ എൻ്റെ ഡ്രസ്സുകളൊക്കെ കുറേ. അപ്പോൾ ഇതൊക്കെ ചെയ്യാനൊക്കെ എല്ലാവരും ഇങ്ങനെ പോരെ. അപ്പോൾ ശരി എന്നാൽ അപ്പോൾ എല്ലാവരും യേശുമ്പരാൻ ധാരാളം ആയിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി വീഡിയോസ് കാണാം. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ദേ ഈ മോക്കൊക്കെ എല്ലാവർക്കും തന്നെ പണ്ട് പനങ്കൊല ഉണ്ടായിരുന്നവരായിരിക്കും, പനങ്കൊല അല്ലെങ്കിൽ ആവശ്യത്തിന് മുടി ഉണ്ടായിരുന്നതായിരിക്കും. ഇതിപ്പോൾ കണ്ടോ, ഇതിങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ കൈ കോർത്ത കാരണം ഇവിടെ നിന്ന് വന്നാൽ, അല്ലെങ്കിൽ ഇത് കുറേ നേരം കഴിയുമ്പോൾ ഈ മുടിയുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ ഈ ചുരുണ്ട് കയറില്ലേ, ഇങ്ങനെ കിടക്കണം മുടിയായിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ മുടിയേ ഇല്ല, നല്ല കൊക്കവും മണ്ണും ഒക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് മുടി കുറഞ്ഞാലും ഇതുപോലെ ഞാൻ ഒരു മുടി ഒരു പ്രാവശ്യം ഇത്രയും ഷോർട്ടാക്കിയതാണ്. അപ്പോൾ പുറകിൽ നോക്കിയപ്പോൾ എൻ്റെ തടിയെല്ലാം കണ്ട് ഞാൻ പുറകിട്ട് പോയി. പിന്നെ ഞാൻ ഇവിടം വരെയൊക്കെ വണ്ണം മറക്കാൻ വേണ്ടി എനിക്ക് ഷോർട്ട് വലിയ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പരീക്ഷിക്കാൻ എൻ്റെ പെട്ടെന്ന് നീളും, എൻ്റെ ഇച്ചിരി വെട്ടിയും തന്നെ എല്ലാവരും കണ്ടുപിടിക്കുന്നേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് കഴിയുമ്പോൾ ഈ മുടി യേശുവിൻ്റെ കൃപയാൽ ഇങ്ങനെ പരസ്യത്തിന് വരണ പോലെയാവും ഈ മുടി. എന്നിട്ട് ആൾക്കാർ ചോദിക്കും ഹെയർ ഫിക്സിങ് ആണോ, ഹെയർ ഫിക്സിങ് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല ഹെയർ ഫിക്സിങ്ങിൻ്റെ കൊച്ചു വന്ന് മുടി ചെയ്തുകൊണ്ട് പോയെന്ന്. അതിൻ്റെ മുടിയിൽ ഭയങ്കര റേറ്റിന് ഹെയർ ഫിക്സ് ചെയ്താൽ ചീകുമ്പോൾ ആദ്യം പ്രോബ്ലം ഇല്ലായിരുന്നു. പിന്നെ ചീകുമ്പോൾ പൊട്ടി അല്ലാത്ത മുടി കൂടെ പോയി അത് അവർ തന്നെ വന്ന് കളഞ്ഞിട്ട് പിന്നെ ഹെയർ ലാക്സിങ് ചെയ്ത്. അപ്പോൾ എന്ത് സന്തോഷം. നമുക്ക് നമ്മുടെ കൊണ്ട് തന്നെ ദൈവം തന്നെ കൊണ്ട് തന്നെ മികവുറ്റതാക്കാം. നമ്മുടെ ഉള്ളൊക്കെ കറക്റ്റ് ആക്കിയാൽ മതി. അപ്പം അനുസരണത്തിൻ്റെ നാട്ടിൽ പോയി അനുഗ്രഹത്തിൻ്റെ ഭവനത്തിൽ കയറാം. ഞങ്ങൾ പറഞ്ഞൊന്ന് കേട്ടാൽ മതി. വിറ്റാമിൻ ഗുളിക കഴിക്കണം, ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. ഇത്രയും കഴിച്ചാൽ പണ്ട് ഇങ്ങനെ മുടി ഉണ്ടാകുന്ന അവസ്ഥയായിട്ട് നമുക്ക് ഈ മുടിയെ എത്തിക്കാൻ പറ്റും. അപ്പോൾ പ്രത്യാശയുള്ളവരായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് 4 മണിക്കൂർ കഴിയുമ്പോൾ കാണാം. ഓക്കെ ശരി. മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു, ഹെയർ ലാക്സിങ് ചെയ്തേക്കണേ. ഇത് കണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യാൻ. ഇത് ഫിക്സിംഗ് ഒന്നും അല്ല കേട്ടോ, സ്വന്തം മുടിയാട്ടോ. ഇനി ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഹെയർ ഫിക്സിംഗ് ആണോ, എന്നും എന്നോട് ചോദിക്കണേ. സ്വന്തം മുടി തന്നെയാണ്. അപ്പോൾ സ്വന്തം മുടി തന്നെ ദൈവം ഓരോ പരിഹാരം തന്നിട്ടുണ്ടല്ലോ. ഓരോ ട്രീറ്റ്മെൻറ്റിൽ ദൈവം നല്ല ഓളിയെന്ന് തോന്നണല്ലേ. ഇത് ഓളിമിനൈസിങ് അല്ല കേട്ടോ, ഹെയർ ലാക്സിങ് ആണേ. ദേ കണ്ടോ സൂപ്പറായിട്ടാ, എന്നാ ഭംഗി. ഇപ്പോൾ ദേ ആവശ്യത്തിന് മുടിയായില്ലേ. ഇനി തലേന്ന് മൾട്ടി വിറ്റാമിനും ഇതുമൊക്കെ ചെയ്ത് ആഫ്റ്റർ കെയറും ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും പണ്ട് ഈ കൊച്ചിന് ഒത്തിരി മുടി ഉണ്ടായിരുന്നു പറഞ്ഞാൽ ആ ലെവലിലേക്ക് വരും. നിങ്ങൾ ആദ്യത്തെ മുടി കണ്ടതാലോ. അപ്പോൾ ഇങ്ങനെയുള്ളവരൊന്നും വിഷമിക്കേണ്ട, മുടി എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. നല്ല ഉള്ളു തോന്നിക്കണില്ലേ, നോക്കിയാൽ നല്ല ഉള്ള ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷേ ഹസ്ബൻഡ് താഴെ വെയിറ്റ് ചെയ്യണേണ്ടി ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ശരി എന്നാൽ കണ്ടല്ലോ, ശരിക്കും കാണാമല്ലോ. ശരിക്കും മുടി കാണാൻ പാടില്ലേ, പച്ച ഡ്രസ്സായത് കാരണം. ഇനിയിപ്പോൾ ഇറങ്ങി അടിക്കാൻ വരുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. അപ്പോൾ നിറച്ച് മുടി ഉണ്ടായതിൻ്റെ തെളിവായിട്ട് ഒരു കിലോ ജിലേബിയൊക്കെ ആയിട്ട് വരട്ടെ മുടി ഉണ്ടായവരൊക്കെ. അപ്പോൾ ശരി എന്നാൽ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. നേരത്തെ ഈ മോള് ഹെയർ ലാക്സിങ് ചെയ്താൽ ഇത്തവണ ഞാൻ പറയുന്നത് കളറൊക്കെ ചെയ്യണ മുടിയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ കരാട്ടിനിലേക്ക് തിരിയാൻ. അപ്പം കളറൊക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കെമിക്കൽ യൂസ് ചെയ്യുമല്ലേ. അപ്പോൾ നമ്മുടെ മുടി ഓൾറെഡി ഫ്രിസി ആകും. ഫ്രിസി ആണതിൻ്റെ മെയിൻ കാരണം കളറാട്ടോ. എൻ്റെ മുടിയൊക്കെ ദൈവം ഒന്നും പറയണ്ടേ, 2 ആഴ്ച കൂടുമ്പോൾ കളർ ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രിസിയാവും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമാകുന്ന കാഴ്ച കാണാം. നമുക്ക് കരാട്ടിൻ ചെയ്ത്, കരാട്ടിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും അപ്ഡേറ്റാണ് ചെയ്യണേ. നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ ചെയ്യണേ. അപ്പോൾ നമുക്ക് അത് എന്ത് നല്ല റിസൾട്ടാണെന്നറിയാവോ. അപ്പോൾ നമുക്ക് പിന്നെ 5-8 മാസം കഴിഞ്ഞ് വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് അതിൻ്റെ സുഖം അനുഭവിക്കുമ്പോൾ നമ്മളത് ചെയ്യും. കാരണം മുടി ഇങ്ങനെ ഒഴുകി കിടക്കുമല്ലോ, സോഫ്റ്റായിട്ട് ചെട പിടിക്കണില്ല, ഒന്നുമില്ല. അതൊരു ഭയങ്കര ഒരു സുഖമാണ്. പിന്നെ അതിൻ്റെ ആ ലുക്കും നമ്മുടെ സൗന്ദര്യത്തിനൊരു ഭയങ്കര വ്യത്യാസം വരും. നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും. അത് നമുക്കൊരു ഭയങ്കര മേക്ക് ഓവർ ആട്ടോ. അപ്പോൾ ഇതിൻ്റെ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ, യേശുവിൻ്റെ കൃപയാ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യുക. ഈ മോക്കടെ ഹെയർ ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിനെ വല്ലണ പോലെ ആവുമെന്ന് കണ്ടോ. ഇത് രസമല്ലേ. നമുക്കിടെ ഇനിയിപ്പം നമ്മുടെ എല്ലാവരുടെയും മുടിയൊക്കെ ഇങ്ങനെയാകും. നമ്മൾ പണ്ട് ഓർക്കില്ലായിരുന്നെയും ചൈനക്കാരും അല്ലാത്ത തായ്ലൻഡ് അങ്ങനെയൊക്കെ ഉള്ളവർ
അപ്പം ഞാൻ പറഞ്ഞില്ലേ ഫിലിപ്പീൻസ് അവരുടെ മുടി അവരെപ്പോഴും ട്രീറ്റ് ചെയ്യും കേട്ടോ. സിംഗപ്പൂരൊക്കെ അവരെപ്പോഴും 6 മാസം കൂടുമ്പോൾ അവരുടെ എല്ലാവരുടെയും ഹെയർ ട്രീറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പം നമ്മളും ഇനിയൊക്കെ ഇങ്ങനെ ആകും. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം ലാഭം. നമ്മുടെ എല്ലാ മനുഷ്യൻ്റെ സ്വപ്നമല്ലേ മുടി തൊട്ടുമ്പോൾ ഇങ്ങനെ ഒഴുകി ചാടുക എന്ന് പറഞ്ഞ ഒരു സ്വപ്നമാണ്. അപ്പം നമുക്കെല്ലാവർക്കും ഇനി അത് സാധിക്കും. പൈസ നോക്കിക്കൊണ്ടിരുന്ന പൈസ അവരൊക്കെ പണിയെടുക്കുന്ന പൈസ ചിലവഴിക്കും. നമ്മുടെ കേരളത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ പൈസ ഇങ്ങനെ പൂത്തി വെച്ചുകൊണ്ടിരിക്കും, ചിലവഴിക്കാണ്ട് നമുക്കത് എല്ലാത്തിനും ചിലവഴിക്കേണ്ട കാശ്, അതിനാണ് കാശ്. ഇങ്ങനെ പറയുമെങ്കിലും ഞാനൊക്കെ പിശുക്കി കേട്ടോ. നമ്മൾ മാറും, നമ്മൾ പണ്ട് ജീവിച്ച ശീലത്തിൻ്റെയൊക്കെ. അപ്പോൾ ഇത് അതിമനോഹരമായില്ലേ. അപ്പം ശരി, എന്നാൽ വേഗം പോരെ ചെയ്യാം. ഈ മോളെ ഹെയർ മേക്കോറിന് വന്നാൽ 1 വർഷം മുമ്പ് നമ്മുടെ അടുത്ത് ചെയ്തിട്ട് പോയത്. അപ്പോൾ അടിക്കാൻ വന്നേക്കണം കേട്ടോ. ഇപ്പോൾ അതേ തലേന്ന് കൃത്ത് വന്നേക്കണം, നോക്കിക്കോട്ടോ. ഇവിടെയൊക്കെ ആവശ്യത്തിന് ഉള്ളുണ്ട്. കണ്ടോ, ഒത്തിരി ഇവിടെ വരെ മുടിയായതാണ്. പെട്ടെന്ന് നീളും ഹെയർ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ. ഇത് വെട്ടിയതാണെന്ന് പറഞ്ഞത്, കുറേയൊക്കെ ഇങ്ങടെ വെട്ടിക്കളയാം. കണ്ടോ, ഇവിടെ ഇനി ഇത്രയും വളർന്നു. ഇനി ഇത്രയേ പഴയ മുടിയുള്ളൂ. കണ്ടോ, ഇത്രയും വളർന്നിട്ടുണ്ട്. ഇത് ഇപ്പം വിറ്റാമിൻ ഗുളിയൊന്നും കഴിക്കാനില്ല. അന്ന് ഞാൻ ഉപദേശിച്ചു വിട്ടിട്ട് അന്ന് നല്ല കഴിച്ചായിരുന്നു പറഞ്ഞത്. ദൈവത്തിനറിയാം. ആ വിറ്റാമിൻ ഗുളിയൊക്കെ ശരിക്കും കഴിക്കണം കേട്ടോ. നമ്മൾ പ്രഗ്നൻസിയിലെ എത്ര ഗുളിക വിറ്റാമിൻ കഴിച്ചുകൊണ്ടിരുന്നത് കൊച്ചു വയറ്റിലുള്ളപ്പം. അപ്പോൾ അത് അത്രയും കമ്പൽസറി ആയിട്ട് ഡോക്ടർമാർ പറഞ്ഞെങ്കിൽ അന്നേരം കൊച്ചിനും നമുക്കും ഹെൽത്തിന് വേണ്ടിയല്ലേ കഴിച്ചത്. ഇപ്പം നമ്മുടെ ഹെൽത്തിന് വേണ്ടി കുഴപ്പമുണ്ടായിരുന്ന ഡോക്ടർമാർ കൊച്ചു വയറ്റിലുള്ളപ്പോൾ വിറ്റാമിൻ ഗുളിക കഴിക്കാൻ പറയുമോ? അത് നമുക്ക് ചുമ്മാ പൊട്ടത്തര വിറ്റാമിൻ ഗുളിക കഴിക്കുക, അല്ലാണ്ട് ഒന്നും നടക്കൂല കാര്യങ്ങൾ. അപ്പം ഇത് അടിച്ച് ചെയ്യുമ്പോൾ ഇത് സൂപ്പറാണത് കാണാട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ഇനി ഇതിനെ വിറ്റാമിൻ ഗുളികയുടെ കഴിക്കണം. ഇങ്ങനെ തടി വെക്കണം തന്നെ ഇതിലൊന്നും കാണില്ല. തടിയുള്ളവരുടെ തന്നെ ചുമ്മാ രക്തവും കാണില്ല. എൻ്റെ കേട്ട പറഞ്ഞ ഒന്നുമില്ല. അപ്പം അതൊക്കെയാണ് മെയിനാത്. അപ്പം നമ്മൾ മൾട്ടി വിറ്റാമിനൊക്കെ കഴിച്ച് എല്ലാം കറക്റ്റ് ആകുമ്പോൾ നമ്മുടെ ഹെൽത്ത് തന്നെ കറക്റ്റ് ആകുമ്പോൾ പനങ്കൽ തന്നെ ഉണ്ടാകും. അപ്പം യേശുവിൻ്റെ കൃപയാൽ 4 മണിക്കൂർ കഴിയുമ്പോൾ അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഇത് നമുക്ക് അടിക്കാൻ വന്ന കൊച്ചാണ്. അപ്പോൾ ഒക്കെ അടിച്ച് താഴെ മേളിൽ വേണ്ട മുടിയായിട്ടോ. സൂപ്പർ മുടിയായി. പക്ഷേ ഞാൻ തൃപ്തിയല്ലെന്ന് പറഞ്ഞായിരുന്നു. ഈ സ്റ്റാർട്ടിങ്ങിൽ തലേന്ന് കെളുത്തു വന്ന മുടി അപ്പടിയും പൊട്ടിയിരിക്കുക. അത് നമ്മുടെ കുഴപ്പമില്ല, തലേന്ന് കെളുത്തു വന്നത്. ഈ മുടി ട്രീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാകും. തലേന്ന് കെളുത്തു വന്നത് പൊട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞു വിടുമ്പോൾ ഒന്ന് മൾട്ടി വിറ്റാമിൻ കഴിച്ചിട്ട് കാര്യമില്ല. മൾട്ടി വിറ്റാമിൻ ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങൾ പോയി D3 ടെസ്റ്റ്. എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ ആരോഗ്യമാട്ടോ അസറ്റ്, മക്കളുടെ അസറ്റ്, കുടുംബത്തിൻ്റെ അസറ്റ്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഭൂമിക്ക് അനുഗ്രഹമാവുള്ളൂ. അത് നമ്മൾ നോക്കണം. അല്ലാണ്ട് പല്ലും പോയി എല്ലും പോയി മുടിയും നരച്ച് എല്ലാം കഴിഞ്ഞിട്ട് D3യുടെ ഗുളിക കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ന് പോയി ടെസ്റ്റ് ചെയ്തു എല്ലാവരും. D3 ടെസ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ച് ഗുളിക കഴിക്കുക, ഹീമോഗ്ലോബിൻ നോക്കുക, മൾട്ടി വിറ്റാമിൻ ഏതൊക്കെ കഴിക്കേണ്ടത്. ബയോട്ടിനൊക്കെ എന്നായാലും കഴിച്ചോട്ടെ. മുടി ഭയങ്കര പനംകൊല പോലെ ഉണ്ടാകും. ഈ ആഫ്റ്റർ കെയർ മാത്രം ഏതാണ്ട് ചെയ്യേണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആഫ്റ്റർ കെയർ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഉള്ളിലൂടെ ആഫ്റ്റർ കെയർ ഒക്കെ വേണോ? ഉള്ളിൻ്റെ പരിഹാരം വേണം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു. എനിക്കിങ്ങനെ ഈ വിറ്റാമിൻ ഗുളിക കഴിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് ആ മുടി നോക്കുമ്പോൾ കറക്റ്റ് അറിയാം. കഴിക്കുന്നവരുടെ മുടി കണ്ടാൽ അറിയാം. അപ്പോൾ ഇങ്ങനെ എന്നെ പറ്റിക്കാന്ന് നോക്കണ്ട. എല്ലാം കൃത്യമായിട്ട് ചെയ്താലേ പനങ്കൊല പണ്ട് നമുക്കുണ്ടായിരുന്ന ആ മുടി ഉണ്ടാകും. ഞാൻ ഉറപ്പ് വരും. പക്ഷെ അനുസരണം വേണം കേട്ടോ. ഒരു അണ്ടിയൊക്കെ കൊടുത്തിട്ട് ഈ കൊണ്ടുവന്നേക്കോ. അപ്പോൾ ശരി എന്നാ. അപ്പോൾ മുടിയുള്ളവരെല്ലാവരും ഇനി പോരെ. ശരി എന്നാ. ഈ മക്കളുടെ ഹെയർ ലൈസിങ്ങിന് വന്നതാണ്. ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. പെട്ടെന്ന് കഴിഞ്ഞ വർഷം കരാട്ടിൻ ചെയ്ത ഉള്ളൊത്തിരി കുറവാന്ന് പറഞ്ഞു. അപ്പോൾ തുടങ്ങുന്ന ഹെയർ ലൈസിങ് ചെയ്തു. നമ്മളല്ല കേട്ടോ കരാട്ടിൻ ചെയ്തത്. കരാട്ടിൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കരാട്ടിന് ഏറ്റവും അപ്ഡേറ്റ് നാനോപ്ലാസ്റ്റി റിസൾട്ടുള്ള സാധനം ചെയ്യണം. അപ്പോൾ നമ്മൾ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ലോ ക്ലാസ്സും ഉണ്ട്. നിസ്സാര വിലയുടെ കരാട്ടിൻ മേടിക്കാൻ കിട്ടും. അതൊന്നും തലക്കൂടെ കൊള്ളൂല. അപ്പോൾ ഇതിൻ്റെ മുടിയുടെ ഇവിടെയൊക്കെ ഗ്യാപ്പ്. അത് ഈ തവണയാണ് ഹെയർ ലൈസിങ് ചെയ്ത് അടുത്ത തവണ കരാട്ടിൻ ചെയ്യാൻ നോക്കും. ഇങ്ങനെ ഉള്ളൊക്കെ ആക്കിയിട്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇപ്പം ഈ മുടി കണ്ടോ, ഇത് ക്ലോസപ്പ് എന്ന് കാണിച്ചു. അപ്പടി ഇങ്ങനെ എല്ലാവരും പറയും എൻ്റെ മുടീനെ ഇപ്പോൾ കുറ്റം പറയാൻ പോവാണ്, പൊട്ടിപ്പൊളിഞ്ഞ എൻ്റെ ഡയലോഗ് എല്ലാവരും പറയും. നമ്മളിത് ചെയ്യണേ എപ്പോഴാണ്? പല്ല് പൊട്ടുമ്പോൾ അല്ലേ ക്യാപ്പിടണേ. അതുപോലെ മുടിക്ക് നല്ല തിളങ്ങി നല്ല ഭംഗിയിലിരിക്കുന്ന മുടി ഇവിടെ വന്നിട്ട് ഞാൻ ചെയ്യാണ്ട് ഒത്തിരി പേരെ വിട്ടിട്ടുണ്ട്. ആ മുടി എന്തിനാ ചെയ്യണേ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ മുടിക്ക് കംപ്ലൈൻ്റ് ആയി മുടിക്ക് ക്ലാമർ പോകുമ്പോൾ നമ്മൾ അതിനെ ശരിയാക്കി എടുക്കുക. ഫേഷ്യൽ ചെയ്യണമെന്നില്ല. മുഖം ചീത്തയാകുമ്പോൾ അല്ലാണ്ട് ചുമ്മാ നല്ല തിളങ്ങിയിരിക്കണം മുഖത്തായിട്ട് കൊണ്ട് ഫേഷ്യൽ ചെയ്യണമെന്നില്ല. അപ്പോൾ എല്ലാം നമ്മൾ നന്നാക്കാൻ വേണ്ടി ചെയ്യണം. അപ്പോൾ ഈ മുടി യേശുവിൻ്റെ കൃപയാൽ ദൈവം തന്നെ നന്നപ്പോൾ നന്നായിട്ട് നമ്മുടെ കുഴപ്പം കൊണ്ട് ഇങ്ങനെയൊക്കെ ആകണം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഇവിടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് നമ്മൾ ഹെയർ ലാക്സിങ് ചെയ്തത്.
ഈ കൊച്ചിനെ ഉള്ളുകുറവായത് കാരണം ഹെയർ റിലാക്സിങ് ചെയ്തത്. ആ മുടി കണ്ടോ? ആശാത്തി ഭയങ്കര ഹാപ്പി. ഞാൻ പറഞ്ഞു മുടിയെ പിടിച്ചിട്ട് ഞാനൊന്നും ഹാപ്പിയല്ല, എന്തൊക്കെ കളർ ചെയ്തേക്കണം വൈറ്റ് ഹെയറിനെന്ന് എനിക്കറിയാൻ പാടില്ല. മുടിയൊക്കെ പരുപരൂന്ന്, മുടിയൊക്കെ ഫ്രസ്സി ആയിട്ട് ഇപ്പം പിടിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. അപ്പോൾ ഇതിൽ വലിയ സന്തോഷിക്കുകയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു നമുക്ക് മുടിയെ പിടിക്കുമ്പോൾ അറിയാം. അപ്പോൾ എനിക്ക് ഞാൻ നോക്കാം മുടിയുടെ PhD എടുത്താലോന്ന്. ശരിക്കും മുടിയെ പറ്റി ഓരോ മുടിയെ പിടിക്കുമ്പോൾ അറിയാം. ഇനിയിപ്പോൾ അടുത്ത ഓണം വരുമ്പോൾ പിടിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് പോണ പോലെ യേശുവിൻ്റെ കൃപയാൽ പറയണതെല്ലാം കേട്ട് ആഫ്റ്റർ കെയർ യൂസ് ചെയ്താൽ പണ്ട് ഇതിൽ ഒത്തിരി മുടി ഉണ്ടായിരുന്നു പറഞ്ഞത്. ഫ്രണ്ടൊക്കെ എന്തോ കാണിച്ച് അലർജി വന്നു ഒത്തിരി പോയതെന്നാണ്. ഫ്രണ്ടൊക്കെ ഇപ്പോൾ നല്ല പൊങ്ങിയിട്ട് മുഖം കാണിക്കില്ല. പിന്നെ പണ്ട് കാര്യമില്ലോ, സുന്ദരി കോതയാണ്. മുഖം കാണിച്ചപ്പോൾ എന്നായിരുന്നു കുഴപ്പം? എന്നിട്ട് മുഖം കാണിക്കില്ല. അപ്പോൾ പാശാത്തി ഭയങ്കര ഹാപ്പിയാ. ഇപ്പം ഞാൻ പറഞ്ഞത് ഫ്രണ്ട് ഇച്ചിരി ഫ്രസ്സി ആയ ഇങ്ങനെ എപ്പോഴും കളർ ചെയ്യണത്. അപ്പോൾ ഫ്രഷ്നെസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കരാട്ടിൻ ഫ്രണ്ട് ചെയ്യാം. വേണ്ട ഇതിൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാന്നാണ് പറഞ്ഞത്. അപ്പോൾ ദേ മുടി സൂപ്പറായി യേശുവിൻ്റെ കൃപയാൽ. അടിപൊളി സർവശക്തൻ്റെ കൃപയാൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അപ്പം ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായതാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് ഈ വീഡിയോ ഒക്കെ കാണൂല. അതാണ് രണ്ടുകൂടി ഇട്ടാലാണ് ആൾക്കാർ ഞെട്ടിപ്പോയനെ. പനങ്കളി ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയില്ല യേശുവിൻ്റെ കൃപയാൽ. അത് ആ പ്രത്യാശയിലും വിശ്വാസത്തിൽ ഇരുന്ന് അങ്ങനെ തന്നെ വരും. വിറ്റാമിൻ ഗുളിക കഴിക്കണം, ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ തന്നെ വരും. അപ്പോൾ ശരി. അത് ഇത് ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. എൻ്റെ ഫ്രണ്ടാട്ടോ വീഡിയോ പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ബലമായിട്ട് പിടിച്ചേക്കണം. പേരൊന്നും പറയണ്ട. അപ്പോൾ പിന്നെ അറിയില്ലോ. പണ്ട് ഇങ്ങനെ ഈ കൊച്ചിനെ പേരറിയാണ്ട് വരുവാ. വളരെ മര തിക്കായിട്ട് എപ്പോഴും തിക്ക് മുടിയാട്ടോ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ കോളേജ് ബ്യൂട്ടി ആട്ടോ. മുഖം കാണിക്കാനുള്ള അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യം. മുഖം കാണിക്കാൻ ഇപ്പോഴും സുന്ദരിക്കോയ മോളെയൊക്കെ കെട്ടിച്ച് കൊച്ചുമൊക്കെ ഉണ്ട്. പക്ഷേ കണ്ട ഈ മുടിയുടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ വല്ലൊരു കല്യാണം ആലോചിച്ചു തോന്നുന്നു എനിക്ക് വേണ്ടി. പിന്നെ ആകെ പ്രോബ്ലം കൂടി നമുക്കൊരു പ്രായമാകുമ്പോൾ പൊട്ടൂലേ. അപ്പോൾ നാനോപ്ലാസ്റ്റി ചെയ്യാന്നുള്ളതാണ്. വേറെ ഈ മുടി അതിമനോഹരമാണ്, തിക്കുണ്ട്. പക്ഷെ ഒരു ഇതാകുമ്പോൾ നമുക്കുടെ മുടി പല്ല് പൊട്ടും. ക്യാപ്പിടുന്ന പോലെ തന്നെ മുടി പൊട്ടണം, അത്ര മാത്രം. അതിന് നാനോപ്ലാസ്റ്റി ചെയ്ത് നമുക്കിങ്ങനെ പൂടമുടിയൊക്കെ വരുമ്പോൾ നമുക്കുടെ സ്റ്റൈല് മാറും. ഇനി സ്റ്റൈൽ മന്നത്തിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയല്ലേ, മക്കൾക്ക് ഒരു പ്രായമാകുമ്പോഴല്ലേ നമ്മൾ സ്റ്റൈൽ ചില്ലാകണേ. അപ്പം അങ്ങനെ ആകാം. ശരി. എന്നാൽ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടിൻ നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്ത്. ആശാത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുക എൻ്റെ മുടിക്ക് എനിക്ക് ഒട്ടും നിവരുണ്ട്, എനിക്ക് പഴയ ചുളിവ് വേണമെന്ന്. ഞാൻ പറഞ്ഞു കരാട്ടിൻ കഴുകി പൊക്കോളൂല്ലോ. അടിയൊക്കെ വടി പോലെ കിടക്കുന്നത് യേശുവിൻ്റെ കൃപയാൽ. അടിയിലൊക്കെ ഒരു നാച്ചുറൽ ലുക്കിൽ ഒരു ചെറിയ വളവുണ്ട്. ആശാത്തിക്ക് ചെയ്ത് പകുതി കഴിയുമ്പോൾ പറയാ അയ്യോ എൻ്റെ ഒത്തിരി നിവരരുത് കേട്ടോ. അങ്ങനെ ഒരു നാച്ചുറൽ ലുക്കിലാണ് വന്നേക്കണത്. പിന്നെ മുടിക്കൊക്കെ ഉള്ളുള്ള മുടിയാട്ടോ, നല്ല ഭംഗിയിൽ കിടക്കണുണ്ടോ. ഇനി ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ 40 മാസാട്ടോ കരാട്ടിൻ നാനോപ്ലാസ്റ്റിയ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കഴി പോവും. വാഷ് ഔട്ട് ആട്ടോ. ഇതിന് തന്നെ മുടിക്ക് ചേഞ്ച് വരത്തില്ല. ഇതൊരു കവറിങ്ങാ. ഓരോ വാഷിനും ഇങ്ങനെ കഴുകി പോവും. പക്ഷെ കളർ ചെയ്യണം മുടിക്ക് ഫ്രസ്സി ഹെയറിനൊക്കെ മുടി ഒത്തിരി സോഫ്റ്റായി, ഭയങ്കര സോഫ്റ്റായി. ഇങ്ങനെ ഇനി പിടിച്ചാൽ മതി. ഇനി ഷാമ്പും ഇതും സിറോക്കയും കൂടെ യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ ഒഴുകി കിടന്നോളും. മുടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ കരാട്ടിൻ ചെയ്താൽ മുടി ഇങ്ങനെ ഒഴുകി കിടക്കും. അപ്പോൾ നമുക്ക് ആ ഫ്രഷ്നെസ് എല്ലാം മാറുമ്പോൾ തന്നെ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ കൈവരിൽ എപ്പോഴും ഇങ്ങനെ മുടിയായിരിക്കും. നമുക്കതൊരു പിന്നെ തലേന്ന് കൈയെടുത്താൽ തോന്നുന്നില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതൊരു ഭയങ്കര രസമായിട്ട് കിടക്കും. അടിപൊളിയല്ലേ നോക്കിയേ. യേശുവിൻ്റെ കൃപയ പരസ്യത്തിന് വല്ലണ മുടിയായില്ലേ നോക്കിയേ. വേണ്ട, സൂപ്പറായില്ലേ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ല ഇന്ന് പറഞ്ഞാൽ കാരണം ആദ്യമായിട്ടാ ചെയ്യട്ടെ. ഇഷ്ടപ്പെട്ടു എന്നാ പക്ഷെ പറഞ്ഞേ. പക്ഷേ ചുളുവെന്ന് പറഞ്ഞ പണ്ടൊരു കൊച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഹെയർ ലൈസിങ്ങാ. പിറ്റേ ദിവസം വന്നേക്കുവാ എൻ്റെ മുടി ചുരുട്ടി താങ്ങാൻ പറഞ്ഞു. പിന്നെ ചുറ്റാൻ പറ്റുമോ? ഇത് പിന്നെ കുറേ കഴിയുമ്പോൾ നോർമലാവും. എന്നിട്ട് പിന്നെ ഇപ്പം അത് അമേരിക്കയിലാട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പാശ്ചാത്തി എപ്പോഴും സ്ട്രേറ്റൻ ചെയ്തുകൊണ്ട് നടക്കും കേട്ടോ. അമ്മ നൂല് കൊടുക്കുമെന്ന് കണ്ടിട്ട് ഈ ചുരുണ്ട മുടി ഇങ്ങനെ ഇരുന്നപ്പോൾ വന്നപ്പേ അമ്മ കാര്യം എനിക്ക് ചുരുട്ടി തരണം എന്ന് പറഞ്ഞു. വന്ന പോലെ ആശാത്തി എനിക്ക് ചുരുട്ടണമെന്ന് വെറുതെ പറഞ്ഞ ആളാണേ. അപ്പോൾ ശരി എന്നാൽ.